യെസ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ വെറും മെഡിസിൻ കൊണ്ട് തന്നെ 7 മാസം കൊണ്ട് വന്നൊരു മാറ്റമാണ്. പക്ഷേ എന്നെ ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത് 2022-ലാണ്. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഡോണർ നല്ല വീക്കായിരുന്നു. സോ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല അദ്ദേഹം ഉള്ളത്. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡോണർ നല്ല വീക്കാണ്. ഞാൻ പറഞ്ഞു എത്രയുള്ളൂ, നിങ്ങൾ നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടേഴ്സ് പറയും മെഡിസിൻസ് പോകണം. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ബയോട്ടിൻ PRP ആൻഡ് മെഡിസിൻസ്. ഓക്കെ, വളരെ ലീഗലായിട്ട് വളരെ ജെന്യൂനായിട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൊച്ചി ക്ലിനിക്കിലായിരുന്നു അദ്ദേഹം കൺസൾട്ടേഷൻ ചെയ്തത്. 3 months ആകുമ്പോൾ എനിക്ക് ഫോട്ടോസ് അയച്ചു തരും. ഫസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഇതാണ് അദ്ദേഹത്തെ സ്ക്രീൻഷോട്ട്. ഓക്കെ, അതിനുശേഷം ആ ഫോട്ടോസ് ഒന്ന് കാണിക്കുക. നോക്കിയ റിസൾട്ട്സ്, അതായത് ഡോണർ ഏരിയ അടക്കം ഇമ്പ്രൂവ് ആയി. ഞാൻ പറഞ്ഞത് ഡോണർ ഏരിയ ഇമ്പ്രൂവ് ആവും. നമ്മളുടെ സ്കാൽപ്പിൽ ഫോളിക്കിൾസ് ലൈവ് ആണെങ്കിൽ ആ ഫോളിക്കിൾസ് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ലൈവ് ആയിരിക്കണം എന്നേ ഉള്ളൂ. കഷൻ്റെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. ഇതിന് വല്ല മാജിക് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ചെറിയൊരു സംഭവങ്ങളേ ഉള്ളൂ. ആകെ 2000, 2500, 3000 രൂപ അടുത്ത് ചിലവായിട്ടുള്ളൂ, അല്ലാതെ 20,000, 25,000 ഒന്നും ചിലവായിട്ടില്ല. നെക്സ്റ്റ് അദ്ദേഹം ഫോട്ടോ അയച്ചത് ജൂലൈയിലാണ്. ആ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. ജൂലൈയിലാകുമ്പോൾ ഏകദേശം ഒരു 7 മാസത്തെ റിസൾട്ട്സാണ് ഇത്. റിസൾട്ട് അതിൻ്റെ മുകൾ വശം ഫുള്ളായിട്ടുള്ള ഹെയർ വന്ന് ഡോണർ ഏരിയ ഒക്കെ ഇമ്പ്രൂവ് ആയി. പക്ഷേ ഇങ്ങനത്തെ കേസ് മെഡിസിൻസ് കൊണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സഡൻലി സ്റ്റോപ്പ് ചെയ്തോ അല്ലെങ്കിൽ എന്ത് ഘട്ടമായി മിനോക്സിലൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കൊയ്യും. ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. നമ്മൾ പല ആൾക്കാരും പറയും നമ്മൾ ഘട്ടഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരാം, ഘട്ടഘട്ടമായിട്ട് മിനോക്സ് സ്റ്റോപ്പ് ചെയ്യാം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുകയാണ്, പെർമനൻറ്റ് സൊല്യൂഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ്.